പോസിറ്റീവായി പ്രഭാതത്തിൽ പോസിറ്റീവായിരിക്കാൻ വേണ്ട കുറച്ച് കാര്യം പറഞ്ഞു തുടങ്ങാം. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കുന്ന ചില ആളുകളുണ്ട്. നെഗറ്റീവ് ആളുകളെന്ന് ഒറ്റ വാക്കിൽ അവരെ വിലയിരുത്താം. ഇക്കൂട്ടരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം നെഗറ്റീവ് എനർജി നീണ്ടു നിൽക്കും. പറ്റില്ല, കൊള്ളില്ല, കുഴപ്പമാ, അങ്ങനെ പോയാൽ നടക്കില്ല. ഇങ്ങനെയുള്ളവരുടെ സാമീപ്യം തന്നെ നമ്മളെ അലോസരപ്പെടുത്തും. മധുരമുള്ള വാക്കുകൾ പറഞ്ഞടുത്തു കൂടിയാലും ഉള്ളിൽ നമ്മളെ ഏതു വിധേനയും ദ്രോഹിക്കാൻ, തകർക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും. എല്ലാ കാര്യത്തിനും കുറ്റം പറയുന്നതിനും കുറ്റം കണ്ടെത്തുന്നതിലും ചില ആളുകൾക്ക് വലിയ മിടുക്കാണ്. അത് ചെയ്തത് ശരിയായില്ല, ഇതിങ്ങനെയല്ല, മാത്രമല്ല അതത്ര ശരിയായോ, ചില ആളുകൾ പറഞ്ഞല്ലോ ശരിയല്ല എന്നിങ്ങനെ എന്തിനും ഏതിനും മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവരും നെഗറ്റീവ് എനർജിയുടെ കൂടാരമാണ്. അടുത്തുപോയാൽ പോസിറ്റീവായി എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്ന നമ്മൾ പോലും കട്ട നെഗറ്റീവിലാവും. ഇക്കൂട്ടത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനോ ഇവരുടെ പ്രശംസിക്കാനോ പിശുക്ക് കാണിക്കുന്നവരാണ് കൂടുതലും. ആ അവസരങ്ങളെല്ലാം അവർ തട്ടിത്തെറിപ്പിക്കും. ഇത്തരക്കാരുമായി അകൽച്ച പാലിക്കുക എന്നല്ലാതെ മറ്റു പരിഹാരമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി, ഇടയ്ക്ക് നമ്മളും ഒന്ന് സ്വയം പരിശോധിക്കണം. അല്പം നെഗറ്റീവ് എനർജി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടഞ്ഞു കളയുക, പോസിറ്റീവായി തന്നെ തുടരുക. പോസിറ്റീവായ ഒരു വ്യക്തിയെ കാണുന്നതും സംസാരിക്കുന്നതും തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ പോസിറ്റീവായി തന്നെ വേണം നമ്മൾ തുടങ്ങാൻ. ചുറ്റും വരുന്ന മനുഷ്യനോട് ഒന്ന് ചിന്തിച്ച്, ഒന്ന് ചിരിച്ച്, അവന് സുഖമല്ലേ എന്നൊന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജി ഒന്ന് കുറച്ച് പോയി കിട്ടും. അവനെ കാണുമ്പോൾ തന്നെ മുഖം വീർപ്പിച്ച് എപ്പോഴും നടക്കും. വിരോധങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അത് മറ്റുള്ളവൻ്റെ മറ്റുള്ളവൻ്റെ മേളിലേക്ക് എടുത്തു വയ്ക്കാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല എന്നത് മാത്രം നിങ്ങൾ അറിയുക.